ഒരു ഒന്ന് ചിരിച്ചു കാണിക്കൂ. ഇപ്പൊ ഇമ്മുന്റെ പുഴുപ്പല്ലാണോ എന്നുള്ളത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭയങ്കര മഴയാണ്. ആ ഒരു കളർ ഉണ്ടായിരുന്നില്ലേ പല്ലില്, അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുഴുപ്പല്ലാണോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴുപ്പല്ലല്ല, അതൊരു കളറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു you need a bad bacteria and good bacteria on the same level. So if bad bacteria is a little too high, it will make these stains. അപ്പോ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റെയിൻ വരാനുള്ളത്. ചിലപ്പോ യൂസ് ചെയ്യുന്ന വെള്ളം കാരണമാവാം, ചെറുപ്പത്തിൽ എന്തെങ്കിലും. ഇത് ഞാൻ ഒരു തരത്തിൽ ഓഫെൻസീവ് ആയിട്ട് പറയുന്നല്ല കേട്ടോ. എൻ്റെ അടുത്ത് പല ഡോക്ടേഴ്സും പറഞ്ഞത് പറയണമെന്നേ ഉള്ളൂ. ഞാനിത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇതാണ് കാരണം എന്നല്ല പറയണത്. ചിലപ്പോൾ ചില ആയുർവേദ മെഡിസിൻസോ അല്ലെങ്കിൽ ഈവൻ അയേൺ ടാബ്ലറ്റ്സ് കഴിച്ചതിന്റെ ആയിരിക്കും. അങ്ങനെ ആയുർവേദ മെഡിസിൻസ് ഒന്നും കഴിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല കേട്ടോ. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ നമ്മൾ സാധാരണ കഴിക്കണ ചില മരുന്നുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ചിലത് മാത്രം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഞാൻ പ്രസവശേഷമുള്ള മറ്റേ ആയുർവേദ ചികിത്സ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. യൂഷ്വലി എല്ലാവരും കഴിക്കണ 2-3 രസായനോ അങ്ങനെ എന്ത് അത് അച്ഛൻ മേടിച്ചിട്ട് വന്നത് കഴിച്ചു എന്നുള്ളതല്ലാണ്ട്. കാരണം ഞാൻ ഗോവയിലായിരുന്നല്ലോ, അപ്പൊ അവിടേക്ക് എന്ത് പ്രസവശേഷം നമുക്ക് അതിനൊന്നും നിവർത്തിയില്ലല്ലോ. പിന്നെ എന്തായിരുന്നു, പിന്നെ വേറെന്താ റീസൺ പറഞ്ഞ, വെള്ളത്തിന്റെ ആവാം, അങ്ങനെ പലതും പറഞ്ഞു. നമുക്ക് ഈ കാണുമ്പോഴുള്ള ഒരു ഇതല്ലാണ്ട് വേറെ ഒന്നും പല്ലിനൊരു കുഴപ്പമില്ല. പല്ല് സ്ട്രോങ് ആണ്. ഇപ്പൊ ഇമ്മുന്റെ പല്ല് ക്ലീൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മീലിന് ശേഷവും ബ്രഷ് ചെയ്യാനായിട്ട്. പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് വെറുതെ ബ്രഷ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ ഇതിനി തിരിച്ചു വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറെ നാള് തിരിച്ചു വരാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്റ്റെയിൻ അങ്ങ് പൊക്കോളും എന്നുള്ള രീതിക്കാണ് പറയണത്. പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുണ്ട്, എനിക്ക് പ്രസവത്തിന് ശേഷമാണ് വന്നത്. അപ്പൊ അതാണ് നമ്മുടെ പല്ലിന്റെ കഥ. പല്ലിന്റെ സ്റ്റെയിനാണ്, അല്ലാണ്ട് ഇങ്ങനെ പുഴുപ്പല്ലല്ല. നിങ്ങൾ വളരെ കുറച്ച് ചോക്ലേറ്റ്സ് കഴിക്കുള്ളൂ കേട്ടോ. അല്ല ആഴ്ചയിലൊക്കെ ഒരു പീസ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. എന്താണ് ഇവിടെ ബൈ ദ വൈ നാളെ ഞാൻ കുഞ്ഞു വീഴാൻ പോയോ അതില് ഞാൻ നാളെ ഗുർഗാവില് പോവാണ്. ഡൽഹി ഗുർഗാവില് ഗൂഗിൾ ഓഫീസ് കാണാൻ ഞാൻ ശരണ്യം കൂടിയിട്ടാണ് കേട്ടോ പോണത്. ഇത് ഹീലില് കയറി നിൽക്കണോണ്ടാണ് കേട്ടോ ഇത്ര പൊക്കം. മിമുന്ന് അതെ, ഹീലില്ലെങ്കിൽ ഇത്രയുണ്ട് കേട്ടോ പൊക്കം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യാൻ വന്ന് നിക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ പാക്ക് ചെയ്യാൻ എന്റെക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാനേ. ഫുള്ള് തുണികളാണ് കേട്ടോ അവിടെ. ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ശരീരം വിളിച്ചതിന് ശേഷം ഞാൻ പാക്ക് ചെയ്യുള്ളൂ. അവിടെ ഞാനും നോക്കി പാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവള് വീഡിയോ കോള് വിളിക്കും. ഇപ്പൊ അവിടെ ഡ്രസ്സ് ട്രൈ ചെയ്തോണ്ടിരിക്കുക. കുറെ നേരം ട്രൈ ചെയ്യണം, ഒന്നും ഇഷ്ടാവുന്നില്ല എനിക്ക്. പിന്നെ വേറെ ഡ്രസ്സൊന്നുമില്ല, ആകെ ഒറ്റൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. റെയിൻ കോട്ടൊന്നല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറെ ഒന്നും ഇല്ലാത്തതിനാൽ, ഇനിയിപ്പോ കറങ്ങാൻ വയ്യാത്തതിനാൽ നമ്മൾ ഇതിൽ ഉറപ്പിക്കാൻ പോവാ. ഭയങ്കര കോമൺ ഈ ടോപ്പ്. ഇതെന്റെ പണ്ടുണ്ടായിരുന്ന, പക്ഷെ എന്റെ ഇടാത്തതായിട്ട് ഒന്നുമില്ല ഇടാത്തതായിട്ട്. പെട്ടെന്നാട്ടോ തീരുമാനിച്ചേ. ഇന്നലെയാണ് നമ്മള് വിചാരിച്ചിരുന്ന പോവാം, ഇന്നൊരു ദിവസമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഓൾറെഡി ഒരു വീഡിയോ കൊടുക്കാനുണ്ടായിരുന്നു ഒരു ബ്രാഞ്ചിന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്രയും നേരം, അത് കണ്ണൊക്കെ ഇങ്ങനെ എഴുതി നിൽക്കണം, ഇത്രയും നേരം ഷൂട്ട് ചെയ്യായിരുന്നു. ഇനിയിപ്പോ ഇവിടെ തൃശ്ശൂർ നമ്മളിപ്പോ പോയി എനിക്ക് ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടില്ല. ഏട്ടന്റെ പ്രാരാബ്ദം കേട്ടിങ്ങനെ നിൽക്കാം. അപ്പൊ ശരണ്യ അവിടെ നോക്കണ്ട, അവള് പല സ്ഥലത്ത് പോയി നോക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയാ മതി. ഇവിടെ ഒരാളിന്റെ ഹീൽസ് ഒക്കെ ഇട്ടുന്നത് കണ്ട് ഇത് ഇതേ വീഴുന്നു ഏട്ടാ. ഇപ്പൊ എനിക്ക് പറ്റിയ ചെരുപ്പ് നോക്കണം. അയ്യോ എനിക്ക് അങ്ങോട്ട് ഇതാവുന്നുണ്ട്, എനിക്ക് പ്രായം എടുക്കുന്നുണ്ട്. ഇതിനിപ്പോ എന്താ ഇടുക എനിക്ക് അറിയില്ല. വെരി കോമൺ. ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമൊന്നുമല്ല. ഡ്രസ് ഇഷ്ടം പോലെ ഞാൻ പറയില്ല കേട്ടോ.
എന്തിന്റെ പ്രശ്നം? ഒരു ആവശ്യത്തിന് വേണ്ട പോലെ ഗൂഗിൾ ഓഫീസിലേക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സൊന്നും ഇല്ല എനിക്ക്. ഗൂഗിൾ ഓഫീസിലേക്ക് ഇടാൻ അങ്ങനെ വലിയ പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടോ? Amma, സാരി എടുക്കുമ്പോഴത്തെ വെറൈറ്റി you need to take a second choice. Deep breath, take a second choice, pair the accessories with it, and then see which one is better. No. Yeah. അല്ലടാ, സാരി എടുക്കാൻ നല്ല വെറൈറ്റി. No. ഇല്ല, എനിക്ക് ഷർണിക്ക് ഞങ്ങളെ ഗെറ്റ് റെഡി വിത്ത് മീ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ആ ലുങ്കി പോലത്തെ സാധനവും ഷർണി മറ്റേ ഷർട്ട് പോലത്തെ വൈറൽ കണ്ടന്റ് ഞങ്ങൾ ഇനി അടുത്ത വൈറൽ കണ്ടന്റ് ഏറെക്കുറെ എയറിലായിരുന്നു. കമന്റ് വായിച്ചു എന്റെ കണ്ടിട്ട് പറയാണ്, എന്റെ ഡ്രസ്സ് കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ കള്ളുടിയന്മാരൊക്കെ. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്ന സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന നഖമൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. അതിന്റെയാണ് ഈ വൃത്തിയിട്ട കളറ്. അല്ലെങ്കിൽ എന്റെ നഖം പൊട്ടയാണ്. ഇനി ഇതൊക്കെ ശരിയാക്കണേ. എനിക്ക് കുളിക്കണം. എനിക്ക് മെയിൻ കാര്യം എന്ന് വെച്ചാൽ കുളിക്കണം, മുടി സ്ട്രെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറെ പണിയുണ്ട്. Stop being so dramatic, please. എന്ത് ഡ്രമാറ്റിക് ഏട്ടാ? എന്നോട് ഇമ്മക്കുട്ടിയുടെ സ്റ്റോപ്പ് ബീങ് ഡ്രമാറ്റിക്. ഇമ്മോ എങ്ങനെ മുടി ശരിയാക്കാന്ന് കാണിക്കോ? Please hold. കഴിഞ്ഞില്ലേ? ഇങ്ങനെയാണോ? എങ്ങനെയാടാ ചിരിക്ക? എടാ ഇപ്പൊ പല്ല് ഇതാക്കി ഭയങ്കര ഇഷ്ടാ ചിരിക്കാനായിട്ട്. ഇമ്മക്കുട്ടി പല്ല് ക്ലീൻ ചെയ്യണ വേദന സഹിച്ചിരുന്നു. വേദന ഒന്നും ഉണ്ടായില്ല അല്ലെ? പക്ഷെ ചെറിയ എന്തോ സെൻസേഷൻ അതൊക്കെ സഹിച്ചിരുന്നു ഇമ്മക്കുട്ടി. അല്ലേ? Take a second choice and I will help you pair things. അമ്മ ആദ്യം ഇത് ഓൾട്ടർ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഓൾട്ടർ ചെയ്യട്ടെ കേട്ടോ. ആ പണിയുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ടോപ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. I miss you. Oh, I miss you too. Never give up on your dreams. Good thing will happen to you like this one. Oh, If you desire anything in your heart, you can do it. Good things will happen like this program. thank you. You are the best. മക്കുട്ടിയാണ് എന്റെ മോട്ടിവേറ്റർ, ചിയർ ലീഡർ. താങ്ക് യു മക്കുട്ടി. You're welcome. നല്ല മണമുണ്ടല്ലോ. I just put your mustache. പോയി ഉറങ്ങിക്കോളൂ കേട്ടോ. ഇപ്പൊ 8 മണിയായിട്ടോ. ഇപ്പൊ 8 മണിയായിട്ടോ സമയം. അപ്പൊ ഈ 8 മണിയാകുമ്പോ തന്നെ കൂട്ടിക്കയറ്റും. എന്നിട്ട് വായിച്ച് പിന്നെ 9 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങും കേട്ടോ. അപ്പൊ എന്നെ കുട്ടിയും കൂടെ പോവാണ്. നമുക്കിവിടെ കുറച്ചധികം പണിയുണ്ട്. എനിക്ക് പാക്ക് ചെയ്യണം, തല കുളിക്കണം, മുടി സ്ട്രെയിറ്റും ചെയ്യണം. അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. ഇതെങ്ങനെയുണ്ട് ഡ്രസ്സ്? ഇപ്പൊ പൊക്കോളൂ. അപ്പൊ ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. ഇതുണ്ടല്ലോ, ഇത് എവിടെയോ പോയി ഇടിച്ചതാണ്. അതിൻ്റെയാണ് ഈ ചോര കക്കുക എന്ന് പറയില്ലേ. അയ്യോ, ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് ഡ്രസ്സുള്ളത്. ഇത് മൈൻഡ് ചെയ്യണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി പാഡഡ് ബ്രാ അല്ല ഇട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ആണ് ഒരു അഭംഗിയായിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ് ഇടുകയാണെങ്കിൽ പിന്നെ പക്കയായിട്ട് നിന്നോളൂ കേട്ടോ. കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ നമുക്കുണ്ടാവും. അപ്പോൾ ഇതൊരു ഔട്ട്ഫിറ്റ്. ഈ ഒരു സ്കേർട്ട് തന്നെ ഇടാച്ചിട്ട് ഇതേ ഉള്ളൂ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ. ഞാൻ സ്കേർട്ട് തന്നെ, ഷോർട്ട് സ്കേർട്ട് തന്നെ ഇടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട്. അണ്ടർ ഗാർമെൻറ്റ് നല്ലത് എടുത്തു വെക്കുന്നത്. ഞാൻ വീട്ടിലിടുന്നത് ഇട്ടതിൻ്റെയാണ് ഈ ഒരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അണ്ടർ ഗാർമെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടാലും ഇതുപോലെ അണ്ടർ ഗാർമെൻറ്റ് നമ്മൾ കറക്റ്റ് അല്ല ഇടേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി എടുത്തറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ടോപ്പാണ്. ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ അവിടെ നമ്മുടെ ആ ഗൂഗിൾ ഓഫീസിൽ ഇങ്ങനെ യൂട്യൂബ് ഇവൻറ്റിന് വേണ്ടി പോയിട്ടുള്ള കുറച്ച് പേരുടെ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ ഡ്രസ്സാണ് അവർ ഇടണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതലും ട്രൗസേഴ്സും ടോപ്സും ബ്ലേസേഴ്സും ഒക്കെയാണ്. അതൊന്നും എൻ്റെ കയ്യിലില്ല.
മേടിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ സ്റ്റൈൽ ചെയ്യായിരുന്നു. ഇപ്പൊ എന്തായാലും അതൊന്നും ഇല്ലാത്തതാണ്. ഞാൻ ശരണ്യ എന്ത് ഔട്ട്ഫിറ്റ് ഇടണേന്നും കൂടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണാവും എടുക്കണ്ടാവാം. കുഴപ്പമില്ല അല്ലേ. പിന്നെ ബാഗ് ഇതെടുക്കാച്ചിട്ടാണ് നമ്മളന്ന് മലേഷ്യയിൽ നിന്ന് മേടിച്ച ബാഗില്ലേ, ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതിപ്പം ചേർച്ച എനിക്ക് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരുമാതിരിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് നാളെ രാവിലെ റെഡി ആയിട്ടാവാം. പിന്നെ ഞാൻ തല കുളിച്ച് ഏകദേശം 12 മണിയായി. നാളെ രാവിലെ ഒരു 4 മണിക്ക് എണീറ്റാലേ ബാക്കിയുള്ള പാക്കിങ്ങും റെഡി ആവണം. നമുക്ക് ഷോർട്സ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. എയർപോർട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇറങ്ങണം. അപ്പോൾ അതാണ് പ്ലാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം വൈകിക്കണില്ല. എത്ര വൈകിയാലും നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നോന്ന്, അതുകൊണ്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. കുറച്ച് കൺമഷി പോവാനുണ്ട്, പക്ഷെ പറ്റാവുന്നിടത്തോളം ഞാൻ കളഞ്ഞു. സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല, ഓൾ ഗുഡ്. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആയിരുന്നു ആസ് യൂഷ്വൽ, പക്ഷെ എന്നാലും ഒരുമാതിരിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഡ്രസ്സാണ് എനിക്ക് പിന്നെയും കൺഫ്യൂഷനില്ല, ആ സ്കേർട്ടിനൊപ്പം ഏത് ടോപ്പ് വേണം എന്നുള്ളത്. അവിടെ എത്തിയിട്ട് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെ അപ്പം നമുക്ക് ഇനി നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീറ്റ് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി ഞാൻ ഫേസ് വാഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടി അയ്യോ കണ്ണൊക്കെ ചോന്നിരിക്കണുണ്ടോ ഉറക്കമില്ലാണ്ട്. ലിപ് ബാം ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പം നമുക്ക് ചടപടേന്ന് കാര്യങ്ങൾ തീർക്കാം, ഒട്ടും സമയമില്ല. ഇപ്പോൾ സെറ്റാണ് കേട്ടോ, എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാർജേഴ്സും അതൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗില്ലേ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ സ്ഥിരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗ് ഇതില്ല. ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് വെച്ചത് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇൻ കേസ് ഈ ബാഗിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതെടുക്കാമല്ലോ. പിന്നെ ഇത് വേറൊരു എക്സ്ട്രാ ബാഗ്, ചെരുപ്പ് എടുത്തിട്ടുണ്ട്, മേക്കപ്പ് ഉണ്ട്, അണ്ടർ ഗാർമെൻറ്റ്സ് ഇതിൽ, നൈറ്റ് വെയർ ഉണ്ട്, അവിടെ പോകുമ്പോഴാൽ ഔട്ട്ഫിറ്റ് ഉണ്ട്, അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ സെറ്റ് കേട്ടോ. ഇനിയപ്പോൾ നമുക്കിനി റെഡി ആവാം. അപ്പോൾ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാം. കാരണം മുടി കുറച്ചല്ല, എൻ്റെ മുടി കറപറാന്ന കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മുടിയിൽ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെന്ന്. പലപ്പോഴും ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ടാവും കാണുന്നുണ്ടാവുക, അതുകൊണ്ടാവും. അതല്ലെങ്കിൽ എൻ്റെ മുടി കറപറാന്നാണ്. എന്തെങ്ങനെ ആയി ചോദിച്ചാൽ എനിക്ക് അത്ര അറിയില്ല. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടി ഭയങ്കര നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കറപറാന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് നമ്മൾ ആവശ്യത്തിനുള്ള കെയർ മുടിക്ക് കൊടുക്കാം. എന്നിട്ടും മുടി ഇങ്ങനെ കറപറാന്നാണ് കിടക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് വറി ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ വറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാവും പോവാം. അതുകൊണ്ട് ഞാൻ കൂൾ പില്ലാണ്. അപ്പോൾ റെഡിയായി. ഉണ്ണിയുണ്ട് കേട്ടോ, എൻ്റെ അനിയനുണ്ട്. അപ്പോൾ അവൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, അവനും നല്ലോണം വിശക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ കഴിക്കുന്ന. അവൻ രാവിലെ ഒരു പഴവും ഇതൊരു ബ്ലാക്ക് കോഫിയും കഴിക്കും. ഞാൻ പക്ഷെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കും കേട്ടോ. രാവിലെ ജിമ്മിൽ പോണേക്കാളും മുമ്പ് അവനും വർക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവനും ഇവിടെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഹെൽത്തി ഫുഡ് എന്നുള്ള രീതിയിൽ എയർ ഫ്രൈ ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുക. ഞങ്ങൾ രണ്ടുപേരും വർക്കൗട്ട് ചെയ്യണ കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി ഹെൽത്തി ഫുഡ് അങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ അവൻ പ്രിപ്പയർ ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യും. ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക ചെയ്യുക. പക്ഷെ അവന് വെയിറ്റ് ലോസാണ്, എനിക്ക് ഗെയിനാണെന്ന് മാത്രം. പ്രോപ്പർ ഗെയിനായിട്ട് നോക്കുന്നില്ല. അയ്യോ അതിൻ്റെ ഇടയിൽ ഇതേ ശരണ്യെ കണ്ടു നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട്. വെയിറ്റ് ഗെയിൻ്റെ കാര്യം പിന്നെ നോക്കാം കേട്ടോ നമുക്ക്, അത് ഞാൻ പിന്നെ പറയാം. അയ്യോ എനിക്ക് ശരണ്യങ്ങളെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ ഫ്രീയാണ്, അങ്ങനെ വേണം പറയേണ്ടത്. കാരണം പല ഇവൻസിനും ഞാൻ ഒറ്റയ്ക്കൊക്കെയല്ലേ പോയിട്ടില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ കുറേ തവണ ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിൽ ഇഷ്ടംപോലെ തവണ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ നല്ല പരിഭ്രമമുണ്ട്. എനിക്ക് അത്രയൊന്നും ശീലമായിനെക്കാട്ടും കൂടുതൽ അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതിപ്പോൾ ഇവളുള്ള കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ആടിപ്പാടി പോവാമല്ലോ. ഞങ്ങളിങ്ങനെ ഭയങ്കര വർത്താനമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആളുണ്ടല്ലോ, ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു എങ്ങനെ വർത്താനം പറയാം പിന്നെ. ഞങ്ങൾ 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ ഇതാ സാൻഡ്വിച്ച് വന്നു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സാൻഡ്വിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഫ്ലൈറ്റ് ഫുഡ് ഇഷ്ടമല്ല. എനിക്ക് ഒരു ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡും അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ തമ്മി ഭേദം ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. വിസ്താരയിലത്തെ ഫുഡൊക്കെ എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സാൻഡ്വിച്ച് ബെറ്ററാണെന്ന് വേണം പറയാനായിട്ട്. അവളുടെ ഫോൺ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് ആ ഫോൺ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്ലിപ്പ് ഫോണാണ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടിപൊളിയായിരുന്നു, നല്ല ഫോണാണ്. ഞാനിങ്ങനെ അവളുടെ ഫോൺ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എത്രയായി, ഇങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി, അങ്ങനെ ഇങ്ങനെ ആ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവളിങ്ങനെ പറയും ചേച്ചി ഇത് മിക്കവാറും വാങ്ങിക്കും തോന്നുന്നുണ്ടല്ലോ. പക്ഷേ വിലയുള്ള കാരണം ഞാൻ പിന്നെ അത്രയ്ക്ക് ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഐഫോൺ മേടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം പിന്നെ നോക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമുക്ക് വണ്ടി ഉണ്ട് വെച്ചാൽ ബസ്സിൽ കയറണം കേട്ടോ. ബസ്സിൽ കയറി നമ്മളവിടെ ഡൽഹി എയർപോർട്ടിൻ്റെ പ്രോപ്പർ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ക്യാബ് എടുത്തിട്ട് വേണം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സരോജിനി മാർക്കറ്റിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ ഇവൻറ്റ്, പിന്നെ നാളെ രാത്രി കയറുക. ജസ്റ്റ് 2 ദിവസമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിചാരിച്ചു അയ്യോ ഒരു ദിവസം കൂടി എക്സ്ട്രാ എടുക്കണമായിരുന്നോ, അങ്ങനെ ആകുമ്പോൾ ഒന്ന് കറങ്ങാനും ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് 2 പേർക്കും ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ളൊരു ലക്ഷറി ഇല്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. പെട്ടിയും പാണ്ടൊക്കെ എടുത്ത് നമ്മൾ പോവാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല വിശാലമായ റോഡുകളും. ഞാൻ പിന്നെ ഡൽഹിയിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ വന്നത്. അപ്പം അതുകൊണ്ടൊരു ചെറിയൊരു കണ്ടുപരിചയം പോലെ തോന്നുന്നു. അങ്ങനെ അപ്പോൾ നമ്മളെത്തി. ഞാൻ നോക്കിയപ്പോ ട്രൈപ്പോഡ് ആടാണ്. അപ്പോൾ സ്മൂത്ത് ആയിരുന്നു അല്ലേ, സെറ്റായിരുന്നു, ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതെ. ഇനി നമ്മള് എങ്ങനെ പോണ്? ഇനി നമ്മൾക്ക് കുറച്ച് ഞാനാണെങ്കിൽ ഇവളുടെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടോ. ഫുൾ ലക്സ് ബാഗ്, ലക്ഷൂറിയസ് ഗ്ലാസസ്. കംഫർട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയി. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് ഇൻസ്പിറേഷൻ എടുത്ത് എനിക്ക് എന്തെങ്കിലും ബാഗൊക്കെ മേടിക്കുന്നത് നോക്കി വെക്കില്ല. ഇവളാണ് എനിക്ക് അങ്ങനെ ബാഗ് അത്ര എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ആൾക്കാർ എല്ലാം അറിയാം, നന്നായിട്ടില്ലേ ലാസ്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും രസം. നമുക്ക് റഫ്യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൽ കൊടുക്കേണ്ടി വരുന്ന ഓഫർ വരുമ്പോ മേടിച്ചാൽ മതി. അതെ, അപ്പൊ ഞാൻ നോക്കി വെച്ചിട്ട് പറയുന്ന സജഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ട് ഒരു ബാഗ് എന്തായാലും. അപ്പൊ അതൊന്ന് നമ്മൾ കാര്യമായിട്ട് ഷോപ്പ്. പിന്നെ നാളത്തെ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് വന്നിരിക്കുന്ന അത്ര നമുക്ക് എനിക്കൊരു ഇതായില്ല കേട്ടോ. ഞാൻ കൊറേ ചക്ക പ്രിന്റുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നേക്കണം. അത് നമുക്കൊന്ന് നോക്കണം. പിന്നെ ഫുൾ ഷോപ്പിംഗ് അതിന് ഫ്രഷ് ആണ്. കോഫിയുടെ എഫക്റ്റ് വേഗം ഒക്കെ ഒന്ന് പോയി സെറ്റ് ആയിട്ട് നമുക്ക് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റെഡി ആവാൻ പോയില്ല. അങ്ങനെ ബെഡൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ. നല്ല രസമല്ലേ, കുറച്ച് കുശുമ്പും കാര്യങ്ങളും അല്ല, അത് മാത്രമല്ല കേട്ടോ, എല്ലാം പറയും, എല്ലാ ഇങ്ങനെ വിശേഷങ്ങളും പറയും. അങ്ങനെ നമ്മൾ റെഡി ആയി ഇറങ്ങാണ് കേട്ടോ. 39 കേട്ടോ ചൂട്. ഇത് 9 എനിക്ക് 9 അതല്ലേ അവിടുത്തെ ലേഡി പറയണ്ടായിരുന്നു. അവിടെ ഒരു ആളുണ്ടായിരുന്നു, എന്നോട് പറയാ 50 അതെ. നമ്മള് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്ത് പാട്ടും പാടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു സമയം 3:30 നമ്മള് വലിയ ടൈം എടുത്തില്ലേ ചേച്ചി? ഒരു 1.5 മണിക്കൂർ നമ്മളോട് ഇരുന്നിട്ടുണ്ടാവും വർത്താനം പറഞ്ഞിരുന്നു. ഹോട്ടല് നല്ല റിവ്യൂ ഉള്ള ഹോട്ടലാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ വിധം അങ്ങ് മാറുന്നു വേണം പറയാനായിട്ട്. ഭയങ്കര വൃത്തി കുറവുള്ള സ്ഥലവും അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് ക്യാബിലൊക്കെ കയറി. പിന്നെ നമ്മളിത് ഈ സരോജിനി മാർക്കറ്റിലെത്തി. അവിടെ തന്നെയുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഫുഡ് കഴിച്ച് എൻ്റെ തലയിൽ കൂടി ഈച്ചയൊക്കെ പോകണം. എൻ്റെ ദൈവം, ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് കുറേ നാളായിട്ട്. കാരണം എൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ പ്രോപ്പർ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുക അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് വയറിന് കുഴപ്പമുണ്ടാവുമെന്ന്. അവൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, എനിക്കും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ, ഇതുവരെയും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പാവ് ഭാജിയും പിന്നെ എന്തായിരുന്നു ഭട്ടൂരിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മുടെ സ്വന്തം സരോജിനി മാർക്കറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ നടത്തം നമ്മളിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ.
അപ്പം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ മെയിൻ ഗേറ്റിൽ കൂടിയാണ് കടന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ഡൽഹിയിൽ പോയപ്പോഴും ഞാനും ഏട്ടനും മിമ്മുക്കുട്ടിയും കൂടെ പോയപ്പോഴും അങ്ങനെ തന്നെയാണ് കടന്നത്. പക്ഷേ ശരണ്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെയല്ല വേറെ സ്ഥലത്തു നിന്നാണ് നല്ലത് കിട്ടുക എന്നുള്ളത്. എൻ്റെ സരോജിനി മാർക്കറ്റ് ഇങ്ങനെയല്ല എന്നുള്ള ഉത്തമ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചേച്ചി നമുക്ക് ഇവിടെയല്ല, നമുക്ക് വേറെ സ്ഥലമുണ്ട്, അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അതാണ് കേട്ടോ കോക്കി മിസ്സിൻ്റെ വീഡിയോ ഒക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ ആളുകളോടൊക്കെ വഴി ചോദിച്ച് മെട്രോ സ്റ്റേഷൻ്റെ അവിടുത്തെ വഴിയിൽ നല്ല സംഗതികൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഗ്രാഫിറ്റി ലൈൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തപ്പി പിടിച്ച് എത്തിയിട്ടോ. ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയായിരുന്നു കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി സാറ കളക്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒറിജിനൽ ആണ്, പക്ഷേ യൂസ്ഡ് ആവാം, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉള്ള പീസസ് ആണ്, അതും അല്ലെങ്കിൽ ഡ്യൂപ്പും ആവാം, നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാൻസ് മേടിച്ച് ഞങ്ങൾ ആക്ച്വലി ഒരു ചാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റൈലിംഗ് വീഡിയോ എന്നുള്ള രീതിയിൽ ശരണ്യ എനിക്ക് സ്റ്റൈൽ ചെയ്ത് തരും, അവൾക്ക് ഞാൻ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക, ആ രീതിക്ക് കേട്ടോ. 1000 rupees ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് അത് നല്ലായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് ഇടാം കേട്ടോ. പിന്നെ ഔട്ട്ഫിറ്റ് ചാലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗെറ്റ് റെഡി വിത്ത് അസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ധൃതി ചെയ്തായതുകൊണ്ട് ക്വാളിറ്റി എത്ര കണ്ടും നല്ലതാണെന്നുള്ളത് നോക്കണം. അതുകൊണ്ട് അറിയില്ല അത് അത്ര ഇടാൻ പറ്റുമെന്ന്. ഈ കമ്മലൊക്കെ 30 രൂപയുടെയാണ്. നല്ല രസമാണ് കേട്ടോ അങ്ങനെ കണ്ട് നടക്കാനൊക്കെ. ഇങ്ങനെ ഈ ഡ്രസ്സുകളും അതേപോലെ ഷോപ്പിങ്ങൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അവർക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ നടന്ന് തളർന്ന് ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ലൈം ജ്യൂസ് വേണമായിരുന്നു, അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ ആ കാല നമുക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് തീരെ പറ്റിയില്ല. നമുക്കത് കുടിച്ച് ശീലമില്ലല്ലോ. കേരളത്തിൽ നിന്ന് ഇപ്പോൾ നോർത്തിലത്തേക്കൊക്കെ എത്തുമ്പോൾ കാലം നമുക്ക് വളരെ പോപ്പുലറാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പ്ലെയിൻ സോഡ മേടിച്ചിട്ട് കുടിക്കുക ചെയ്തത്. പിന്നെ അങ്ങോട്ട് നടന്നപ്പോൾ ഇതേ പലാസോ സെറ്റ് 300 രൂപയ്ക്കും പിന്നെ 200 രൂപയ്ക്കും ഇഷ്ടം പോലെ ഉണ്ട്. തളർന്ന് ഒരു ചലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി കാട്ടി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നടന്നു കേട്ടോ. ഇത്രയും നടന്നിട്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു 4 മണിക്കൂറായി നമ്മൾ ഈ സരോജിനി മാർക്കറ്റിൽ ചുറ്റിത്തിരിയുന്നു. പക്ഷെ സമയം പോണത് അറിയണേ ഇല്ല കേട്ടോ. കുറേ സാധനങ്ങൾ മേടിക്കണമുണ്ട്. പിന്നെ 650 രൂപയുടെ കുർത്ത ഉണ്ടോ, 200 രൂപയുടെ കുർത്ത ഇത്തവണ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ കമ്മൽ കണ്ടോ, ഇത് ഈ ഹാൻഡ് മെയ്ഡ് കമ്മലില്ലേ ആ ഒരു രീതിക്കുള്ളതാണ്. 50 രൂപയുടെ ഉണ്ട് അങ്ങനെയൊക്കെ. പിന്നെ സ്വെറ്റർ ഡ്രസ്സസ്, ക്രോഷേ ഡ്രസ്സസ് ഉണ്ട്, ടോപ്സ് ഉണ്ട്, ചെരുപ്പുകൾ 250 രൂപയുടെയൊക്കെ അത്യാവശ്യം നല്ലതൊക്കെ ഉണ്ട്. പിന്നെ ഈ മാല, വള, കമ്മൽ, ആക്ച്വലി ഇതൊക്കെ ഉണ്ട്. ഹോം ഡെക്കോർ, കാർപ്പറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ അത്യാവശ്യം ബാർഗെയിനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല കമ്പനിയായി കുറേ പേരായിട്ട്. ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര കൗതുകമാണ്. ഇവള് ലൈക്ക് ശരണ്യയുടെ ബ്ലോഗിങ് ഡിഫറെൻറ്റാണ്. അവൾ പക്ക ഇങ്ങനെ സംസാരിച്ച് മാത്രമല്ലേ എടുക്കുള്ളൂ. അത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ കൂടുതലിപ്പോൾ വോയിസ് ഓവേഴ്സ് അല്ലേ ചെയ്യണത്. എൻ്റെ ഐഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ക്വാളിറ്റി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിച്ചല്ലേ എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടു കൂടിയിട്ട് നോക്കുമായിരുന്നു അവളുടെ ബ്ലോഗിങ്. അങ്ങനെ പിന്നെയും ഞങ്ങൾ നടന്ന് കുർത്ത സെറ്റിലെത്തി. ഇവിടെ നിന്ന് ഞാൻ എന്തായാലും അമ്മയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. 600 രൂപയുടെ. കഴിഞ്ഞ തവണ ഞാൻ അമ്മയ്ക്ക് 300 രൂപയുടെയാണ് എടുത്തത്. അത് ചെറുതായിട്ടൊക്കെ ചായം പോയായിരുന്നു. ഇന്നെന്താ മൊത്തം തെറ്റാണല്ലോ. ഈ ഹീൽസ് കണ്ടോ, ഇത് കണ്ടോ, ഓ എന്താല്ലേ. ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ ഒരു 8 വരും കേട്ടോ. എനിക്ക് ഹൈറ്റ് തോന്നിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട്. ഇവിടെയാണ് കേട്ടോ കോമഡി. ഇവിടെ വെച്ചിട്ട് ഞങ്ങളെങ്ങനെ ആൾക്കാർ പൊതിയായിരുന്നു. അപ്പോൾ ശരണ്യ ഒരു പ്രത്യേക ടാക്ടിക്സ് ഉപയോഗിച്ച് അവർ ഓടിച്ച്. എങ്ങനെ എത്തി നമ്മളിവിടെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു സരോജിനിയിൽ. നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടൈം ഞാൻ വന്നിട്ട് എന്റെ സരോജിനി മാർക്കറ്റ് ഇങ്ങനെ അല്ലാതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്തവണ അടിപൊളിയായിരുന്നു. സരോജിനി മാർക്കറ്റ് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു 6-6.5 മണിക്കൂർ ഞങ്ങള് നടന്ന്. പക്ഷെ അടിപൊളിയായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പറയാം, ഞങ്ങളായതുകൊണ്ടാണെങ്കിൽ നല്ല താല്പര്യം വേണം. ഡ്രസ്സുകളോടും കളേഴ്സിനോടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിൽക്കും. പിന്നെ ഞങ്ങൾ കളക്ഷൻസ് കണ്ടത് ഒരു 8 മണി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. രാത്രി ആയപ്പോഴുണ്ടല്ലോ ആൾക്കാരുടെ വിധം മാറി. അതിന് മുന്നേ കടക്കാരുടെ നമ്മൾ കുറച്ച് ചോദിച്ചു കഴിഞ്ഞാല് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാര് ഇങ്ങോട്ട് വിളിച്ചിട്ട് 100 രൂപയ്ക്ക് എടുത്തോ, 100 രൂപയ്ക്ക് എടുത്തോ സെറ്റ്സ് ഒക്കെ കാണണം. പിന്നെ നമ്മള് വെറുതെ മേടിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ കൊണ്ട്
വരണ്ടേ, എക്സ്ട്രാ ലഗേജ് പൈസ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ലല്ലോ. അതുകൊണ്ട് അറിയില്ലല്ലേ നല്ലോണം ലഗേജ് ആയിട്ടുണ്ട്. തോന്നുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സരോജിനി മാർക്കറ്റ്. ശരിക്കും രാവിലെ വൈകിട്ട് ഇതിലേതെങ്കിലും ഒരു ടൈമിൽ വരണതാണ് നല്ലത്. ഇപ്പൊ പറ്റിയ സമയമാണല്ലേ, നിറയെ ഇത് സമ്മർ വെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മേടിച്ച ഔട്ട്ഫിറ്റ് എത്രയാ 600 ആയിട്ട് പറഞ്ഞിട്ട് 200 കിട്ടി. ഞാൻ ചുമ്മാ പറഞ്ഞ 200 ഞാൻ നടന്നത്. എടുത്ത് പോയാൽ മതി. കാരണം അവര് അടയ്ക്കല്ലേ, അവർക്ക് എത്രയ്ക്കാണെങ്കിലും അത് ലാഭമാണ്. അപ്പൊ അങ്ങനെ അത് ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. നമ്മള് ബാർഗൈൻ ചെയ്തില്ലെങ്കിൽ നമ്മള് വലിയ വിലക്ക് മേടിക്കേണ്ടി വരും. ബാർഗൈൻ ചെയ്താൽ നമുക്ക് അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇവിടേക്ക് പോവാട്ടോ, റൂമിലേക്ക് പോവാ. ഊബറിലാണ് പോണത്. അതിന്റെ കഥ എന്താന്നുള്ളത് ഇവളുടെ വ്ളോഗ് കണ്ടിട്ട് ഊബർ ആളുകളെയും അതേപോലെ തന്നെ എങ്ങനെ സരോജിനി മാർക്കറ്റിൽ വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഞാൻ അവരോട് പറയണത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. അത് ഇവളുടെ വ്ളോഗിൽ പോയി കാണണം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അത് പോയി കാണണം. പിന്നെ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തു. കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ട് 2 പിസ്സ ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ലോകവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിസ്സ കഴിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്മക്കുട്ടീനെ മിസ് ചെയ്യായിരുന്നു. ഇമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. അത് മാർഗരീറ്റ പിസ്സയാണ് ഇഷ്ടം. അപ്പം നമ്മൾ മാസത്തിലൊരിക്കലാണ് കഴിക്കുക. അത് മതി അവൾക്ക്. ഇഷ്ടമെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ വേണ്ടു കേട്ടോ. അല്ല മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ, മദർ ഡോട്ടർ കോംബോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ റിവാർഡായിട്ട് ചോദിക്കും. എന്നിട്ട് പിന്നെ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. എൻ്റെയും അവളുടെയൊക്കെ എല്ലാം മിക്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവളുടെ സാധനങ്ങൾ അവൾക്കും, എല്ലാ സാധനങ്ങളും എനിക്കുമായിട്ട് ഇതൊന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം. നാളെ പിന്നെ നേരിട്ട് ഇവൻറ്റിന് പോവാണ് വേണ്ടത്. നമ്മൾ ഇവൻറ്റിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സ് നോക്കിയായിരുന്നു. കാരണം എനിക്കും എൻ്റെ ഡ്രസ്സിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അവൾക്കും അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ പറ്റിച്ചാൽ നമുക്ക് വേറെ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. സാരില്ല, ഇനിയിപ്പോൾ ആ ഡ്രസ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തിരി കോമൺ ആയിട്ടുള്ള ഡ്രസ്സാണ് എൻ്റെ. അത് സ്റ്റൈൽ ചെയ്യണതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നല്ല അടിപൊളി ദിവസമായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി നാളെ കാണാം. നാളെ ഗൂഗിൾ ഇവൻറ്റിന് കേട്ടോ. ബൈ.